ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മൾ ഈയൊരു കാര്യപരിപാടി 44 മിനിറ്റ് ഇപ്പോൾ തന്നെ വൈകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സമയനിഷ്ഠ മുഖ്യമാണ്. മനുഷ്യജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, സമയമാണ്, സമയത്തിൻ്റെ വിനിയോഗമാണ്. അപ്പോൾ വലിയൊരു സന്ദേഹത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം അച്ചടിച്ച് മുമ്പിൽ വെച്ച കാര്യപരിപാടി അനുസരിച്ച് 6:55 പ്രതിജ്ഞയാണ്. ഇപ്പോൾ 6:55 കഴിഞ്ഞു. ജീവിതത്തിൽ സമയനിഷ്ഠ പാലിക്കണം എന്ന് അങ്ങേയറ്റം നിഷ്കർഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. 9 മണി എന്ന് പറഞ്ഞാൽ 9 തുടങ്ങും, 9:30 എന്ന് പറഞ്ഞാൽ 9:31 ആവാറില്ല, 9:30 തന്നെ നിർത്തും. കാരണം നമ്മളെപ്പോഴും സമൂഹത്തിന് മാതൃകയാവണം. എന്താ ചെയ്യണ്ടോ എന്നുള്ള വലിയൊരു സന്ദേഹത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് അല്പഭാഷയിൽ മാത്രം എന്തെങ്കിലും ചിലത് പറഞ്ഞ് ഉപസംഹരിക്കാം. പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലകനായിരുന്ന ഗുരുജി ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മഹാമണ്ഡലേശ്വരന്മാർ, 4 ശങ്കരാചാര്യന്മാർ, 4 ആംനായവും അതുകൂടാതെ കാഞ്ചി കാമകോടി, അങ്ങനെ 5 ശങ്കരാചാര്യന്മാർ എല്ലാവരും ചേർന്ന്, വൈഷ്ണവ സന്യാസിമാർ, ശൈവ താന്ത്രികർ എല്ലാവരും ചേർന്ന് വിശ്വഹിന്ദു പരിഷത്ത് രൂപീകരിച്ചു. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രൂപീകരണ സന്ദർഭത്തിൽ തന്നെ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും സമാജത്തിനും മാർഗദർശനം നൽകുന്നതിനായിക്കൊണ്ട് മാർഗദർശക മണ്ഡലത്തെയും രൂപീകരിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും മാർഗദർശക് മണ്ഡലിൻ്റെ പ്രവർത്തനമുണ്ട്. എന്നാൽ കേരളത്തിൽ അത് വളരെ വ്യതിരിക്തമായ രീതിയിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു കൺവീനറും ഒരു പ്രസിഡൻറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ദേശീയ മാർഗദർശക് മണ്ഡലിൽ ചേരും, തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ കേരളത്തിൽ എല്ലാ ആശ്രമങ്ങളുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ഒത്തൊരുമിച്ച് കൂടിയിരുന്ന് ചർച്ചകൾ ചെയ്ത് ആലോചനകൾ ചെയ്ത് നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ മാർഗദർശക മണ്ഡലത്തിന് പൂർവകാലത്ത് നേതൃത്വം നൽകിയ പരമപൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമികളെയും നിത്യാനന്ദ സരസ്വതി സ്വാമികളെയും വേദാനന്ദ സരസ്വതി സ്വാമികളെയുമൊക്കെ പ്രണമിക്കുകയാണ്. അങ്ങനെയുള്ള മാർഗദർശക മണ്ഡലത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളീയ സമൂഹത്തിൽ
ഒരു ധർമ്മസന്ദേശ യാത്ര നടത്തണമെന്ന് തീരുമാനിച്ചു. ചർച്ചകളും മറ്റും നടന്നു. അതിനോട് ഒട്ടനേകം പ്രസ്ഥാനങ്ങൾ സഹയോഗം ചെയ്തു. എല്ലാ സന്യാസാശ്രമങ്ങളും, പേരെടുത്ത് പറയുന്നില്ല, ഒന്ന് മാറി നിൽക്കാതെ ശ്രീരാമകൃഷ്ണ മിഷനായാലും ചിന്മയ മിഷനായാലും മാതാ അമൃതാനന്ദമയി മഠമായാലും ശിവഗിരി മഠമായാലും തീർത്ഥപാദ ആശ്രമമായാലും ശിവാനന്ദ ആശ്രമമായാലും നിത്യാനന്ദാശ്രമങ്ങളായാലും, പേര് പറയുമ്പം പലരും വിട്ടുപോകും. എല്ലാവരും അതുപോലെ ഒറ്റപ്പെട്ട് ഒന്നോ അതിലധികമോ ശാഖകളൊക്കെയായി പ്രവർത്തിക്കുന്ന എല്ലാ ആശ്രമങ്ങളും ഒറ്റക്കെട്ടായി വന്നു. അതിനോടൊപ്പം ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം, ആർട്ട് ഓഫ് ലിവിങ്, ശാന്തിഗിരി ആശ്രമം തുടങ്ങിയ പ്രസ്ഥാനങ്ങളൊക്കെ ചേർന്നു. എല്ലാവരും ഒരു മനസ്സായി ഒന്നിച്ച് ഈ ഒരു യാത്ര നടത്തുകയാണ്. ചില സ്ഥലങ്ങളിൽ ചില പ്രസ്ഥാനങ്ങളുടെ ആൾക്കാരുണ്ടാവില്ല, ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും. മൊത്തം കേരളത്തിൽ ഇത് കടന്നു പോകുമ്പോൾ എല്ലാവരുടെയും പ്രാതിനിധ്യമാവും. ആ രീതിയിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ധർമ്മസന്ദേശം നൽകുന്നത്, ഇപ്പോൾ സ്വാമി ചിദാനന്ദപുരി എന്ന് പേര് പറഞ്ഞാലും അത് കേവലം സ്വാമി ചിദാനന്ദപുരി മാത്രമല്ല, മറിച്ച് സന്യാസിമാർ കൂടിയിരുന്ന് 2 ദിവസങ്ങൾ പൂർണ്ണമായി ആലോചന ചെയ്ത് എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ കേരളീയ സമൂഹത്തിന് മുമ്പിൽ വെക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ആവർത്തനം എന്ന ദോഷം സംഭവിക്കും. ഓരോ ജില്ലയിലും വ്യത്യസ്ത സമൂഹമല്ലേ കേൾക്കുന്നത്? അതെ. പക്ഷേ ഇന്ന് നവീന സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് നമ്മൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും കുറേ ആശയങ്ങളുടെ ആവർത്തനങ്ങൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു തീരുമാനത്തിന് വിധേയമായി ഇന്നിന്ന ആശയങ്ങൾ നമ്മൾ സമാജവുമായി പങ്കുവെക്കണം എന്ന തീരുമാനത്തിനനുസരിച്ചാണ് ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. ഓരോ പ്രദേശത്തിനും, അത് ജില്ലയായാലും കൊള്ളാം, അതിൻ്റെ ചെറിയ ഘടകങ്ങളായാലും കൊള്ളാം, ഇനി ജില്ലകൾ ചേർന്ന് സംസ്ഥാനമായാലും കൊള്ളാം, സംസ്ഥാനം ചേർന്ന് രാഷ്ട്രമായാലും കൊള്ളാം, ഓരോ പ്രദേശത്തിനും അതിൻ്റെ സവിശേഷതകളും വ്യക്തിത്വങ്ങളും ഉണ്ട്. പാലക്കാടിൻ്റെ പല മഹാപുരുഷന്മാരെയും ഇവിടെ നേരത്തെ സ്മരിക്കുകയുണ്ടായി. അതുകൊണ്ട് അതൊന്നും ആവർത്തിച്ച് സമയം കളയുന്നില്ല. പക്ഷേ മറക്കരുത്, സത്യസന്ധരുടെയും അതുപോലെ വാക്പാലനത്തിലും ഉപാസനയിലും ജീവിതശുദ്ധിയിലും അങ്ങേയറ്റത്തെ മാതൃകാപരമായ നിഷ്ഠ പാലിക്കുന്ന, വനങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ജനങ്ങൾ ഇവിടുത്തെ ആദിമമായ സംസ്കാരത്തിൻ്റെ വാഹകർ വളരെ അധിവസിക്കുന്നൊരു ജില്ലയാണിത്. അതുപോലെ മല്ലീശ്വരൻ്റെ പ്രദേശമാണ്. അത് കേവലം അട്ടപ്പാടി മാത്രമല്ല, വില്വാദ്രിനാഥൻ്റെ സ്ഥാനമാണ്. ഒട്ടനവധി കലാരൂപങ്ങളുടെ പ്രഭവമാണ്. അത് വിവിധ തരം തുള്ളലുകളായാലും തോൽപ്പാവക്കൂത്തായാലും ഈ പാലക്കാട് അതിൻ്റെ എല്ലാം ഭൂമികയാണ്. ഭഗവതിയുടെ ആരാധനയിൽ
വളരെയധികം വെളിച്ചപ്പാടുകൾ ഉപാസനാനിഷ്ഠമായി ജീവിതം നയിക്കുന്ന ജില്ലയാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒട്ടനവധി സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും ജന്മസ്ഥാനമാണ്. അത് ആവർത്തിക്കുന്നില്ല. മലയാളിയെ സംബന്ധിച്ച് വേദത്തെയും വൈദിക ഗ്രന്ഥങ്ങളെയും സംസ്കൃത സാഹിത്യത്തെയും ശാങ്കരഭാഷ്യങ്ങളെയും ഏറ്റവുമധികം പരിചയപ്പെടുത്തിയത് ഈ പാലക്കാട് ജില്ലയാണ്. ആർ.എസ്. വാദ്യാർ. ആർ.എസ്. വാദ്യാരുടെ പ്രവർത്തനങ്ങളെ ഓർമ്മിച്ചില്ലെങ്കിൽ അതുപോലെ വാൽമീകി രാമായണത്തിന് 10 ഉപനിഷത്തുക്കളുടെയും ശങ്കരഭാഷ്യത്തിന് ഹൃദ്യവും ലളിതവുമായ മലയാള അനുവാദം വന്നത് ഈ പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അവിടെ നമ്മൾ അനന്തനാരായണയ്യരെ പോലുള്ള മഹാമനീഷികളെ നമസ്കരിച്ചേ മതിയാവും. പാരമ്പര്യ മഹിമയിൽ ഉറച്ച് ഇന്നലകളിൽ നിന്ന് ചരിത്രപാഠം ഉൾക്കൊണ്ട് ഇന്ന് വന്നു ചേർന്ന സവിശേഷതകളെ യഥാവത് മനസ്സിലാക്കി നാളെയിലേക്ക് കരുത്തോടുകൂടി മുന്നോട്ട് നീങ്ങിയാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ, വളർച്ചയുള്ളൂ. അതുകൊണ്ട് പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ എന്ന് വേദാന്തിയായിരുന്ന കുഞ്ഞുണ്ണി മാഷ് പാടിയത് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പായണമെങ്കിൽ പിന്നിലേക്ക് മടങ്ങുന്ന കാല് വേണ്ടതുപോലെ പ്രവർത്തിക്കണം. ചരിത്രത്തിൽ കാലൂന്നി ഇന്നലെകളിലെ മഹിമ അറിഞ്ഞിട്ടേ നമുക്ക് നാളെയിലേക്ക് കുതിക്കാൻ പറ്റൂ. ആ ചരിത്രബോധം നമുക്കുണ്ടാവട്ടെ. നമ്മെ നാമാക്കിയ മഹാപുരുഷന്മാരെ നാം സ്മരിക്കട്ടെ. സ്മരിച്ചേ മതിയാവും. എന്നിട്ട് ഇന്ന് വന്നു ചേർന്ന അപചയങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെകളിലെല്ലാം നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു രാമനുണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് രാക്ഷസന്മാരുണ്ടായിരുന്നു, രാവണനുമുണ്ടായിരുന്നു. ഒരു ശ്രീകൃഷ്ണൻ ഉണ്ടായപ്പോൾ കംസനും അനേക രാക്ഷസീയ സ്വഭാവികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഴയകാലമൊക്കെ നല്ലതാണെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അബദ്ധമാണ്. നല്ലതും തീയതും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. എന്നാൽ നന്മയുടെ അംശങ്ങളെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കുക, അതിന് ആർഷ ഉപദേശങ്ങളെ കൈക്കൊള്ളുക, ഇതാണ് നമ്മുടെ മുമ്പിൽ കർത്തവ്യമായിട്ടുള്ളത്. ഇത് പറയുന്ന സമയത്ത് നേരം വൈകിയതുകൊണ്ട് പല സഹോദരിമാരും ദൂരെ നിന്ന് വന്ന അമ്മമാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വളരെ ദൂരെ നിന്ന് വന്നവരായിരിക്കും. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നത് ഒരു അപരാധമാണെന്ന് കണക്കാക്കുന്നു. എങ്കിലും ചിലത് പറയാതെ നിർത്തിയാൽ അത് തെറ്റാണ്. നമ്മുടെ സമൂഹം ഇന്നത്തെ ഗതിവിഗതികളെ ശരിക്ക് പഠിച്ചാൽ, ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വാർത്ത കാണുകയുണ്ടായി. ഹൈന്ദവ ജനസംഖ്യ 4.5% കുറയുകയും ഇസ്ലാമിക ജനസംഖ്യ 24.6% കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന്. അതിൻ്റെ സോഴ്സ് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് പഠനത്തെ അനുസരിച്ചിട്ടുള്ളതാണെന്ന് അറിയില്ല. പക്ഷേ അതിൽ ആ വാർത്തയിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട്. ഈ വിഗതി എങ്ങോട്ടുള്ളതാണ്?
ഈ ലോകത്തിൽ എത്രയോ പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേവലം ഭാരതീയ സംസ്കാരം മാത്രമൊന്നുമല്ല ശ്രേഷ്ഠമായ സംസ്കാരം. ഒട്ടനവധി പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രീസിലെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ഖനനങ്ങൾ കാണുമ്പോൾ നമുക്കത് ബോധിക്കും. ഓസ്ട്രേലിയയിലുള്ള ആദിമ ഗോത്രക്കാരെ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്കത് ബോധിക്കും. അമേരിക്കയിലെ ഇന്ത്യൻസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കത് ബോധിക്കും. അതുപോലെ ആഫ്രിക്കയിലെ പല പ്രദേശങ്ങളിലും നിന്നുള്ള ജനങ്ങളുമായി സംവദിക്കുമ്പോൾ നമുക്കത് ബോധിക്കും. മത അധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാൽ സംസ്കാരങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെയോ അതിൻ്റെയൊക്കെ വേരുകൾ ഇന്നും ശേഷിക്കുന്നുണ്ട്. ആ വേരുകളെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ചരിത്രബോധത്തോടു കൂടി നീങ്ങാൻ നമുക്ക് സാധിക്കണം. ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ ഒക്കൂ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു സമൂഹവും ഒരു സമാജവും നിലനിന്നിട്ടില്ല, നിലനിൽക്കുകയില്ല. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു സമാജവും ലോകത്തിൽ നിലനിന്നിട്ടില്ല, നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് ചരിത്രം പഠിക്കണമെന്ന് പറയുന്നത്. ചരിത്ര രചനയുടെ ഭൂമിയാണ് നമ്മുടേത്. ലോകത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം കൽഹണൻ്റെ രാജതരംഗിണിയാണ്, മറക്കരുത്. അവിടെ നിന്നിങ്ങോട്ട് ഇതിഹാസങ്ങളും പുരാണങ്ങളും കഥകളും ചരിത്രങ്ങളും മിശ്രിതമായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഓരോ പ്രദേശത്തിനും ഒരു വാങ്മയ ചരിത്രമുണ്ട്, ഓറൽ ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുന്ന. അവയെ സമാഹരിച്ച നാടാണിത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും മറ്റും ആ വിഷയത്തിൽ വളരെ പരിശ്രമം ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഇതാണ് ഒന്നാമത് പറയാനുള്ളത്. ആ ചരിത്രബോധത്തിൻ്റെ അഭാവം കൊണ്ടും നമ്മുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ വേദത്തിൽ നമുക്ക് വന്നു ചേർന്ന അജ്ഞാനം കൊണ്ടും ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചു. അതിഹീനമായ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ വ്യാപിച്ചു. മനുഷ്യനെ തിരിച്ചറിയാത്ത, തൊട്ടുകൂടാ തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമാണെന്നുള്ള അന്ധകാരം നമ്മളിൽ വ്യാപിച്ചു. എന്നാൽ ആ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാര്? ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളാണെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അതൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ്, രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് മുമ്പ് മഹാത്മാക്കളായ വേദജ്ഞന്മാരായ നവോത്ഥാന നായകർ ഈ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ ഉയർത്താൻ പരിശ്രമിച്ചു. അയ്യ വൈകുണ്ഠസ്വാമിയെ പോലുള്ള, തൈക്കാട്ട് അയ്യാവിനെ പോലുള്ള, ചട്ടമ്പി സ്വാമി തിരുവടികളെ പോലുള്ള, ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള, ശുഭാനന്ദ ഗുരുദേവനെ പോലുള്ള, നിർമ്മലാനന്ദ സ്വാമികളെ പോലുള്ള, പണ്ഡിറ്റ് കറുപ്പനെ പോലുള്ള, മന്നത്ത് പത്മനാഭനെ പോലുള്ള, മഹാത്മാ അയ്യങ്കാളിയെ പോലുള്ള, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പോലുള്ള, വാഗ്ഭടാനന്ദ ഗുരുവെ പോലുള്ള, ആഗമാനന്ദ സ്വാമികളെ പോലുള്ള ഒരുപാട് ദിവ്യ വിഭൂതികൾ വേദജ്ഞന്മാർ, അടിവരയിട്ട് ആവർത്തിക്കുന്നു, വേദജ്ഞന്മാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ വ്യാപിച്ച ഇരുട്ട് വകഞ്ഞു മാറ്റാൻ ഒരു പരിധിവരെ നമുക്ക് സാധിച്ചത്. ഇന്ന് നിസ്സംശയം പറയാം, മറ്റു മതങ്ങളിലുള്ള അത്ര ജാതിഭേദം ഹിന്ദുവിലില്ല. ഉറപ്പ്. പലരും പറയുന്നുണ്ടാവും, ഹിന്ദു എന്ന് പറയുമ്പോഴത്തേക്ക് പറയും ജാതിഭേദം. പക്ഷെ ഉറപ്പിച്ച് പറയാം, മറ്റു മതങ്ങളിലുള്ള അത്ര ജാതിഭേദം ഹിന്ദുവിലില്ല. നമ്മളെല്ലാവരും ഒരേ അമ്പലത്തിൽ പോവും, ഒരേ ഭഗവാന്റെ ഒരേ ഭഗവതിയുടെ മുമ്പിൽ കൂപ്പുകൈകളോടുകൂടി നിൽക്കും. വഞ്ചിക്കപ്പെടുന്ന മൂഢരായാൽ പോലും. പക്ഷേ കത്തോലിക്കൻ്റെ പള്ളിയിൽ ഓർത്തഡോക്സ് പോവില്ല.
പറ്റില്ല. അവിടെ മാർത്തോമ പോവില്ല, പറ്റില്ല. അതിൽ തന്നെ ബാബാ കക്ഷിയിൽ മെത്രാൻ കക്ഷിയെ കേറ്റില്ല, മെത്രാൻ കക്ഷിയിൽ ബാബാ കക്ഷിയെ കേറ്റില്ല, ഉറപ്പാണ്. ഇവരുടെ ആരുടെയും സ്ഥലത്ത് ജ്ഞാനായ പോവില്ല. ഇവരുടെതിലൊന്നും പെന്തക്കോസ്തുകാരനെ അടുപ്പിക്കില്ല. യഹോവ സാക്ഷിയെ പറയും വേണ്ട. പക്ഷെ ഇവരെല്ലാം ആശ്രയിക്കുന്നത് ഒരേ പുസ്തകത്തെയാണ്, ഒറ്റ പുസ്തകത്തെയാണ്. ഇനി ഇതിനേക്കാൾ കഷ്ടമാണ്, ഇതൊന്നുമില്ലെങ്കിൽ തല്ലും കേസൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതിനേക്കാൾ അപകടമാണ് ഷിയയുടെ പള്ളിയിൽ സുന്നിക്ക് ചിന്തിക്കാൻ പറ്റില്ല, കഴുത്തിന് മുകളിൽ സാധനം ഉണ്ടാവില്ല. സുന്നിയുടെ പള്ളിയിൽ ഷിയയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവരാരും ഖദിയാനി മൂവ്മെൻറ്റിനെ അംഗീകരിക്കില്ല, അഹമ്മദിയയെ. അവരാരും സുന്നത്തുൽ ഖുർആൻ സൊസൈറ്റി അംഗീകരിക്കില്ല. പക്ഷെ ആ വ്യത്യാസം ഹിന്ദുവിലില്ല. അതുകൊണ്ട് പലരും ജാതി 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 എന്ന് പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് തിരിച്ചറിവോടുകൂടി പറയാൻ സാധിക്കണം. നമ്മൾ ഒരേ ക്ഷേത്രത്തിൽ പോവും, ഒരേ പ്രാർത്ഥനകൾ ചെയ്യും. അവിടെ ഒതുക്കണം കേട്ടോ, അവിടെ ഒതുക്കണം. അതെന്താ സ്വാമി അങ്ങനെ പറഞ്ഞേ? ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അല്ല, കമ്മിറ്റിക്കാർ നടത്തുന്ന ക്ഷേത്രമാണോ, നാട്ടുകാർ നടത്തുന്ന ക്ഷേത്രമാണോ, ഭണ്ഡാരത്ത് പൈസ ഇടുക, നിർബന്ധമായിട്ട് പൈസ ഇടുക. ഈ കയ്യടിക്കണ നേരം ഒന്ന് കേട്ടൂടെ? നിങ്ങൾ ഈ കയ്യടിച്ച ഇവിടെ വല്ല ആവേശവും കൂടാൻ പോകുന്നുണ്ടോ? ആ ആവേശമൊക്കെ ഒന്ന് അടങ്ങിയിട്ടല്ലേ ഞങ്ങളൊക്കെ ഈ വഴിക്ക് വന്നേ. അത് കയ്യടിച്ച് വലിയ സന്തോഷം അടുത്ത ആൾക്കൊന്ന് കൊടുത്തോളൂ, എന്നാൽ ഒരു ഗുണം ഉണ്ടാവും. ഉറക്കം തൂങ്ങുമെങ്കിലും ഇല്ല, അല്ലാണ്ടെന്താ. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രമാണെങ്കിൽ അവിടെ നമ്മൾ തൊഴുക, പ്രദക്ഷിണം ചെയ്യുക, പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, ഭഗവാനോട് പറയുക, ഭഗവാനെ നീ ഈ സർക്കാരിൻ്റെ പിടിയിൽ നിന്നൊന്ന് രക്ഷപ്പെട്, നീ സ്വയം രക്ഷപ്പെട്ട് കാണിച്ചാൽ ഞാൻ ഭണ്ഡാരത്തിൽ വല്ലതും അല്ല അച്ഛാ, ഞാൻ നാട്ടിൽ കമ്മിറ്റിക്കാർ നടത്തുന്ന ക്ഷേത്രമുണ്ട്, അവിടെ ഭണ്ഡാരത്തിലിടും. ഗുരുവായൂർ മാത്രമല്ല ഗുരുവായൂരപ്പനുള്ളത്, ഇവിടെ പാലക്കാടും ഉണ്ട്. ഇന്ന് ചിന്മയ മിഷനിൽ അവിടെ പോയിട്ടാണ് നമ്മൾ വരണേ. ശബരിമല മാത്രമല്ല അയ്യപ്പ ക്ഷേത്രം ഉള്ളത്, നാട്ടിലെല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് ശാസ്താവുണ്ട്. പിന്നെ അയ്യപ്പനെ കുറച്ച് ചില്ലാനം കൂടിയപ്പോൾ പല കമ്മിറ്റിക്കാരും ശാസ്താവിനെ മാറ്റി അയ്യപ്പനാക്കിയിട്ടോ, അതൊരു വല്ലാത്ത കഷ്ടമാണ്. ആവർത്തിച്ച് പറയുന്നു, അയ്യപ്പന് കുറച്ച് ചില്ലാനം കൂടിയപ്പോൾ മിക്ക ക്ഷേത്രക്കാരും ധർമ്മശാസ്താവിനെ മാറ്റി അയ്യപ്പനാക്കിയിട്ടുണ്ട്. അപരാധമാണത്, ചെയ്യരുത്. കാരണം ഓരോ പ്രതിഷ്ഠയ്ക്കും അതത് സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൻ്റെ നൈരന്തര്യം ഉണ്ടാവണം. അവിടെ സാത്വികവും രാജസികവും താമസികവുമായതുണ്ടാവണം. വെറും സാത്വികം മാത്രം പോരാ നമുക്ക്. അതുകൊണ്ട് നമുക്ക് പായസം നേദിക്കുന്ന ക്ഷേത്രം മാത്രം പോരാ, മദ്യവും മാംസവും വെച്ച് പൂജിക്കുന്ന രാജസികവും താമസികവുമായ കാവുകൾ വേണം. പക്ഷേ അവിടെ ഗുരുപദേശം അനുസരിച്ചിട്ടുള്ള സമ്പ്രദായമേ പറ്റൂ, അല്ലാതെ മൂക്കറ്റം കുടിച്ച് നശിക്കാനുള്ള കേന്ദ്രങ്ങളല്ല ക്ഷേത്രങ്ങൾ. അവ ഉപയോഗിക്കുന്നതിന് മാത്രയുണ്ട്. ആ മാത്രയിലാണ് രാജസികവും താമസികവുമായ സ്ഥലത്ത് ആരാധന ചെയ്യേണ്ടത്. എല്ലാ പ്രകാരത്തിൽപ്പെട്ട ഉപാസനകളും അടങ്ങുന്ന വലിയൊരു വൈവിധ്യത്തിൻ്റെ പൂന്തോപ്പാണ് സനാതനധർമ്മം. അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ പാലക്കാട് ജില്ലയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കല്ലടിക്കോടിനെയോ മന്ത്രവാദത്തെയോ മറക്കാൻ പറ്റില്ല. അവിടുത്തെ മലബാര സമ്പ്രദായങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, സാധ്യമല്ല. ഈ ഇരിക്കുന്ന കൂട്ടത്തിലും അത്തരം സമ്പ്രദായങ്ങളിൽ പോകുന്ന സജ്ജനങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അവനവൻ്റെതായ ആചാര പദ്ധതിയെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഒരു പ്രതിജ്ഞ ചൊല്ലാൻ പോകുന്നുണ്ട്. ആ പ്രതിജ്ഞ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവനവൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ലോകത്തിൽ ഒരു ശക്തിക്കും ഭിന്നിപ്പിക്കാൻ കഴിയാത്ത ഏകതയെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ വ്യത്യസ്ത സമുദായങ്ങളിൽ വസിക്കുന്നവരും അഭിമാനിക്കുന്നവരുമാണോ ആവട്ടെ, വിരോധമില്ല. ഞാൻ നായരോ ഈഴവരോ തീയരോ എഴുത്തച്ഛനോ അല്ലെങ്കിൽ തട്ടാനോ ആശാരിയോ മൂശാരിയോ ആരോ ആവട്ടെ,
അയ്യരോ അയ്യങ്കാരോ നമ്പീശനോ മാരാരോ വാരരോ മൂത്താനോ ആരോ ആവട്ടെ, നിങ്ങൾ ആരായാലും കൊള്ളാം. പക്ഷെ ഇത് മുഴുവൻ ഉണ്ടാവണമെങ്കിൽ ഹിന്ദു എന്ന അടിത്തറ വേണമെന്ന് ഓർമ്മിക്കുക. ഹിന്ദു ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഹിന്ദു ഉണ്ടെങ്കിൽ മാത്രമേ ഇതുള്ളൂ. നമ്മൾ ഏതൊരു ഉപാസനാ സമ്പ്രദായത്തിൽ മുന്നോട്ട് പോകുന്നവരായാലും, ശാക്തേയമോ ശൈവമോ ഗാണപത്യമോ വൈഷ്ണവമോ എന്തോ ആവട്ടെ, അതെല്ലാം നിലനിൽക്കണമെങ്കിൽ ഹിന്ദു വേണം. ഹിന്ദു എന്ന തൈവേരില്ലെങ്കിൽ ഇതൊന്നുമില്ല. അത് ഓർമ്മിച്ചുകൊണ്ട് ഈ ഹിന്ദുധർമ്മത്തെ ശക്തിപ്പെടുത്തുന്നതിന് നമ്മൾ ദൃഢപ്രതിജ്ഞരാവുക. അതിനെ വിസ്തൃതമായി പറയേണ്ടതുണ്ട്, അങ്ങോട്ട് കടക്കുന്നില്ല. ഏറ്റവും ചുരുക്കി ഇന്ന് ഇവിടെ 4 ഉപാസനകളെ മാത്രമാണ് നമ്മൾ പറയുന്നത്. 4 ഉപാസനകൾ ചെയ്യണം. ഏതാണ് ഈ 4 ഉപാസനകൾ? 4 സകാരങ്ങൾ. 4 സകാരങ്ങൾ. പഞ്ചമകാരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ സമ്പ്രദായത്തിൽ പോണവർ അത് ചെയ്തോളൂ, വിരോധമില്ല. പക്ഷേ 4 സകാരങ്ങൾ ഓരോ വ്യക്തിയും ഉപാസിക്കണം. ഒന്നാമതായിട്ട് സംസ്കാരം. സംസ്കാരം. നമ്മുടെ സംസ്കാരമുണ്ടെങ്കിൽ മാത്രമേ നാമുള്ളൂ. നമ്മുടെ സംസ്കാരമുണ്ടെങ്കിലേ നമ്മുടെ കുടുംബമുള്ളൂ. നമ്മുടെ സംസ്കാരമുണ്ടെങ്കിലേ നമ്മുടെ മക്കളുള്ളൂ. ഇത് ഉപദേശങ്ങളിലൂടെ നൽകേണ്ടതല്ല, മറിച്ച് ആചരണങ്ങളിലൂടെ നമ്മൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകേണ്ടതാണ്. ഞാൻ ഓർമ്മിക്കുകയാണ്, അറിയാതെ ഒരു ദിവസം ഒരു ന്യൂസ് പേപ്പർ ചവിട്ടിപ്പോയി. ഉടനെ മുത്തശ്ശി പറഞ്ഞു, മോനെ പാടില്ലേ, സരസ്വതി അക്ഷരം ചവിട്ടാൻ പാടില്ല. അന്ന് മുതൽ ഇന്ന് വരെ, അന്ന് ചിലപ്പോൾ ഒരു 4 വയസ്സ് 4.5 വയസ്സുള്ള കുട്ടിയായിരിക്കും, പക്ഷേ ആ 4.5 വയസ്സുള്ള കുട്ടിക്ക് കിട്ടിയ ഉപദേശം ഇന്ന് വരെ പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിവൃത്തിയില്ലാണ്ട് ചിലപ്പോൾ ചവിട്ടിപ്പോയി എന്ന് വരും. അമ്പലങ്ങളിലൊക്കെ പ്രദക്ഷിണ വഴിയിലുണ്ടാവും ലംബോദരൻ്റെയും ദാക്ഷായണി അമ്മയുടെയും സ്മാരകമായി മക്കൾ കൃഷ്ണനും ഗോവിന്ദനും രാമനും കേശവനും കൂടി സമർപ്പിച്ച കല്ല് എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചവിട്ടാണ്ട് പോകാൻ നിവൃത്തിയില്ല. ചാടി പോയാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുണ്ടാവും. അതെ, ചില സ്ഥലത്ത് നിന്ന് അതുകൊണ്ട് കഷ്ടപ്പാട് വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർമ്മിക്കുകയാണ്, ഒരു തണുപ്പ് കാലത്ത് അമേരിക്കയിൽ പോയ സമയത്ത്, അല്ലാണ്ട് അമേരിക്കയിൽ പോകുമ്പോൾ മതിയടി തന്നെയാണ്, പക്ഷെ തണുപ്പ് കാലത്ത് പോകുമ്പോൾ ഷൂസൊക്കെ ഇട്ടിട്ടാണ് പോവുക. കാരണം ഐസ് നല്ല മൈനസ് ടെമ്പറേച്ചർ ആയിരിക്കും. ഒരു സ്ഥലത്ത് പോയപ്പോൾ ആ താമസിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് വെച്ചു വീട്ടിനകത്ത്. ഞാൻ നോക്കിയപ്പോൾ ആ ചെരുപ്പിലൊരു എഴുത്തുണ്ട്. എന്താ ചെയ്യുക ഭഗവാനെ, ആകെ പ്രശ്നമായി. ഞാൻ അയാളുടെ അടുത്ത് മുമ്പും പലപ്പോഴും പോയിട്ട് ഉള്ള താമസിച്ചൊരു വീടാണ്. അപ്പോൾ അവിടെ കുളിമുറിയിൽ കത്രിക ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ കത്രിക കൊണ്ട് ആ ചെരുപ്പിൻ്റെ ആ എഴുത്ത് അങ്ങോട്ട് 4 ഭാഗവും വെട്ടി മാറ്റി. അത് കഴിഞ്ഞു, ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ആ വീട്ടുകാരന് വലിയൊരു പരിഭ്രമം. അദ്ദേഹം ചോദിച്ചു, സ്വാമിജി വരുന്നതുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പുതിയൊരു ചപ്പൽ വാങ്ങി വെച്ചിരുന്നു, അത് എവിടെ പോയി? എന്നിട്ട് സ്വാമി ഒരു പഴയതാണല്ലോ എടുത്ത് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞത് പഴയതല്ല, നിങ്ങൾ വാങ്ങിയ പുതിയത് തന്നെയാണ്, ഞാനൊരു വിക്രസ് ഒപ്പിച്ചതാ. കാരണം അക്ഷരം ചവിട്ടാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇന്ന് ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ, സിമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ, ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൽ ചവിട്ടാൻ നമുക്കൊരു മടിയില്ല. കാറ് സർവീസ് ചെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ അതിൽ എഴുതിയതിൽ ചവിട്ടാൻ നമുക്ക് മടിയില്ല. എന്തിന് കുളിമുറി നടക്കം വീട്ടിൻ്റെ വാതിലിൽ വെൽക്കം എഴുതി വെച്ച് അതിൻ്റെ മുകളിൽ ചവിട്ടാൻ നമുക്ക് മടിയില്ല. 10 പ്രാവശ്യം അക്ഷരം ചവിട്ടിയ അക്ഷരം സരസ്വതിയാണെന്ന സങ്കല്പം നമ്മളിൽ നിന്ന് മാഞ്ഞു പോകും. ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെയാണ് ഒരു വ്യക്തിയെ ചവിട്ടിപ്പോയാൽ നമ്മൾ തൊട്ട് തലയിൽ വയ്ക്കും. എന്തുകൊണ്ടാ? ഈശ്വരനാണ് ആ വ്യക്തിയിൽ കുടികൊള്ളുന്നത്. ചവിട്ടരുത്, ഉടനെ നമസ്കരിക്കും. പറഞ്ഞു വന്നത്, സംസ്കാരമെന്ന് പറയുമ്പോൾ നിങ്ങൾ കുട്ടികളെ പിടിച്ചിരുത്തി ഖണ്ഡനഖണ്ഡകാദ്യമോ അദ്വൈത സിദ്ധിയോ സിദ്ധാന്ത ബിന്ദുവോ പഠിപ്പിക്കണം എന്നല്ല, മാണ്ഡൂക്യകാരിക ഭാഷ്യം പഠിപ്പിക്കണം എന്നല്ല, മറിച്ച് ലളിതങ്ങളായ ഉപദേശങ്ങളിലൂടെ ജീവിത മൂല്യങ്ങളെ പകർന്നു നൽകണം. ഒരിക്കലും മാറാത്ത മൂല്യങ്ങളെ.
അത് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കുമോ? ദിവസവും എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ, അത് മന്ത്രജപമാണോ, നാമജപമാണോ, ജപധ്യാനങ്ങളാണോ, ക്ഷേത്ര ദർശനമാണോ, അഗ്നിഹോത്രമാണോ, ഇന്നതെന്ന് പറയുന്നില്ല, എന്തെങ്കിലും ഒരാചരണം നമ്മുടെ ഗൃഹങ്ങളിലുണ്ടാവണം. നമ്മുടെ അമ്മയെ, നമ്മുടെ അച്ഛനെ നമ്മൾ പൂജിക്കുന്നത്, ആരാധിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം. നമ്മൾ സ്നേഹിച്ചാൽ പോരാ, സ്നേഹിക്കുന്നത് അവർ കാണണം. ഇങ്ങനെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് അനുസ്യൂതമായി, അഭംഗുരമായി ധർമ്മമൂല്യങ്ങളെ പകർന്നു നൽകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ സംസ്കാരത്തിന് ഒരു ഹാനിയും വരില്ല. എന്നാൽ അജ്ഞാനം കൊണ്ട് ഇടക്കാലത്ത് കടന്നുകൂടിയ പലതിനെയും, നേരത്തെ പറഞ്ഞു തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ തുടങ്ങിയ, അതിനെ അകറ്റാൻ നമുക്ക് കഴിയണം. ഒരുപാട് ദുരാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ പാലക്കാട് ഇത്രയും വലിയൊരു ജനാവലിയുടെ മുമ്പ് പറയുമ്പോൾ തല്ലുകൊള്ളാതെ പോവുമോ എന്ന് എനിക്ക് സംശയമാണ്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ കരിമരുന്ന് കത്തിച്ചു തീർക്കുന്ന നാടാണിത്. വേലയുടെ പേരിലും പൂരത്തിൻ്റെ പേരിലും കോടിക്കണക്കിനാണ് നമ്മൾ കത്തിക്കുന്നത്. തൊട്ടടുത്തുള്ള നമ്മുടെ അനുജനോ അനുജത്തിയോ കഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത നമ്മൾ കോടിക്കണക്കിന് കത്തിക്കും. ദുരാചാരങ്ങളെ നിർത്തണം. ഇങ്ങനെ നശിപ്പിക്കാൻ നമുക്ക് പണമില്ല എന്ന് ഓർമ്മിക്കണം. അതിലുപരി അന്തരീക്ഷ മലിനീകരണത്തിന് നമുക്ക് അധികാരമില്ലെന്നറിയണം. ഇത് ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇതുപോലെ പലതും ഉണ്ട്. ഇന്നതെന്ന് പറയാൻ വയ്യ. ശ്രദ്ധിക്കുക. ഞാൻ 1991, 92, 93 കാലഘട്ടത്തിൽ എല്ലാ മാസവും പാലക്കാട് വരുമായിരുന്നു. ഇവിടെ വന്ന് ബസ് ഇറങ്ങി കോട്ടായിലേക്ക് പോവും. കോട്ടായിൽ ക്ലാസ് ഉണ്ടായിരുന്നു. പോന്ന വഴിക്ക് പല സ്ഥലത്തും കാണാറുണ്ട് ഈ വൃക്ഷങ്ങളിൽ കെട്ടിത്തൂക്കിയ ചില സഞ്ചികൾ. ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു, അത് പശുവിൻ്റെ മറുപിള്ളയാണ്. അങ്ങനെ മറുപിള്ള കെട്ടിത്തൂക്കിയ പാല് കൂടുതൽ ഉണ്ടാവൂത്രേ. ഒരു പ്രദേശത്തിന് മുഴുവൻ മലിനമായി രോഗാണുക്കളെ വ്യാപിപ്പിക്കുന്ന ഇത്തരം ദുരാചാരങ്ങൾ വൈദികമല്ല. അത്തരം അശാസ്ത്രീയങ്ങളായവയെ നിർത്താൻ നമുക്ക് സാധിക്കണം. ഇപ്പം എന്തായാലും മഹാഭാഗ്യത്തിന് അത് കാണുന്നില്ല. നമ്മൾ തന്നെ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് ചീത്തപ്പേര് കേട്ടിട്ടുണ്ട്. അനുഭവമാണ് പറയണത്. അതുകൊണ്ട് സംസ്കാരം എന്നുള്ളത് പകർന്നു നൽകപ്പെടേണ്ടത്. രണ്ടാമത്തെ സകാരം സമ്പത്ത്. സമ്പത്തിനെ ഉപാസിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ സമ്പത്തുള്ളവരാകണം. ഏത് വ്യക്തിയാണോ, ഏത് കുടുംബമാണോ, ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത്, അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. അതുകൊണ്ട് പണം ഉണ്ടാക്കണം. എന്ത് ചെയ്ത് പണം ഉണ്ടാക്കാൻ പറ്റുമോ അത് ചെയ്ത് പണം ഉണ്ടാക്കണം. ധാർമ്മികമായിട്ട്. അധാർമികമായിട്ട് വയ്യ. കൃഷി ചെയ്യൂ, കച്ചവടങ്ങളെ ചെയ്യൂ, വ്യവസായങ്ങളിൽ ഏർപ്പെടൂ. എന്തെല്ലാം തൊഴിൽ മേഖലകൾ കണ്ടെത്താനുള്ള സാധ്യത ഇന്നുണ്ട്. ഇന്നത്തെ നവീന സാങ്കേതിക വിദ്യയുടെ സാഹചര്യം നമുക്ക് ഒരുപാട് സാധ്യതകളെ തുറന്നിട്ടിരിക്കുന്നു. പരിശ്രമിക്കുക, കണ്ടെത്തുക, പരസ്പരം സഹകരിക്കുക. ഒരാളൊരു പച്ചക്കറി കട തുടങ്ങിയാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ പച്ചക്കറി കട തുടങ്ങരുത്. പകരം അവിടെ ഒരു പലചരക്ക് കട തുടങ്ങുക, അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേഷനറി തുടങ്ങുക. ഇങ്ങനെ പരസ്പരം സഹകരിക്കുന്ന രീതിയിലുള്ള, സ്വാമി ഇതൊക്കെ വലിയ ചിലവുള്ള കടയാണെന്ന് പറഞ്ഞാൽ ചിലവില്ലാത്ത പലതും ഉണ്ട്. കരിക്കിൻ്റെ തുടങ്ങാം, കരിക്ക് കച്ചവടം ചെയ്യാം. ഏത് മേഖലയിലായാലും ഇന്ന് നല്ല വരുമാനമുണ്ട്. രാവിലെ തൊട്ട് ഉച്ച വരെ തെങ്ങ് കയറാൻ തയ്യാറുള്ളവർക്ക് ഒരു 35,000-40,000 ഉറുപ്പ്യ പ്രതിമാസം ശമ്പളമുണ്ട്. ഉച്ച വരെ കയറിയാൽ മതി, ഉച്ചയ്ക്ക് ശേഷം വിശ്രമം. ഏത് തൊഴിലെടുത്താലും നല്ല പ്രതിഫലം കിട്ടുന്ന കാലമാണിന്ന്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്. അവയെ സമൂഹത്തെ അറിയിക്കണം അറിയുന്നവർ.
ഇനി അതല്ലാതെ സ്വയം കണ്ടെത്താൻ കഴിയും. സ്വയം കാലത്തിനനുസരിച്ച് നമ്മൾ ഉയരണം, നവീകരിക്കണം. കാലത്തിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സായാലും കച്ചവടമായാലും എന്തായാലും നവീകരിക്കാൻ കഴിഞ്ഞാലേ, കൃഷിയായാലും നവീകരിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. പണ്ടുള്ളതുപോലെ കാള പൂട്ടി തന്നെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ നടപ്പില്ല. പക്ഷെ കാള പൂട്ടേണ്ടടുത്ത് കാള പൂട്ടണം. കാലത്തിനനുസരിച്ച് മാറ്റങ്ങളെ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ ട്രാക്ടർ വന്ന സമയത്ത് ട്രാക്ടറിൻ്റെ ഡീസൽ ടാങ്കിൽ മണ്ണെണ്ണയും ഈ ഉപ്പും മണലും ഒഴിച്ച ഒരു നവകേരള സ്രഷ്ടാക്കൾ ഉണ്ടായിരുന്നു. ആ നവകേരളം നമുക്ക് വേണ്ടാന്ന് പ്രതിജ്ഞ ചെയ്യണം. ട്രാക്ടർ വന്നപ്പോൾ ആദ്യം ചെയ്ത പരിപാടി അതിൻ്റെ ഡീസൽ ടാങ്കിൽ മണ്ണും ഉപ്പും നിറച്ചു. നവകേരള നിർമ്മിതിക്കാർ അവരാണ്. ഏത് ബിസിനസ് സ്ഥാപനം തുടങ്ങിയാലും അവിടെ കൊടി വെച്ച് അത് പൂട്ടിക്കുന്നവർ, എവിടെയെങ്കിലും കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവിടെ കൊടി കുത്തുന്നവർ. ഞാൻ പണിയെടുത്താൽ നോക്കിയിട്ട് നോക്കുകൂലി വാങ്ങുന്നവർ. എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. എൻ്റെ അടുത്തും വന്നു. ഞാൻ വലിയ 2 പെട്ടിയിൽ പുസ്തകമായിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ബസ്സിൽ കയറാൻ പോയപ്പോൾ പിന്നാലെ 4 പേര് വന്നു. സ്വാമി, ഓ ഞങ്ങളിവിടുത്തെ പോർട്ടർമാരാണ്. സന്തോഷം. നിങ്ങൾ ഇത് കൊണ്ടുപോകാൻ പാടില്ല. ആര് പറഞ്ഞു? ഞങ്ങളാ പറയണത്. ഇതെൻ്റെ സാധനമാണ്. നിങ്ങൾ കയറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂലി തരണം. തരില്ല. നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് കൂലി തരും. ഞാൻ എടുക്കണതിന് നിങ്ങൾക്ക് കൂലി തരില്ല. പണി എടുക്കണവനുള്ളതാണ് കൂലി. തൊഴിലാളിക്കാണ് വേതനം, തൊഴിലാളിക്ക് അല്ലാത്തവനില്ല. കുറേ പറഞ്ഞു. കുറേ നേരം വർത്തമാനം ഉണ്ടായി. അവിടെ ഭയപ്പെട്ട് തല താഴ്ത്തല്ല വേണ്ടത്. ചിന്തിക്കുക. അവസാനം അവർ തിരിച്ചു പോയി. എവനോട് പറഞ്ഞിട്ട് ഗുണമില്ല, എവൻ നേരെ ആവില്ല എന്ന് മനസ്സിലായി. അത്രയേ ഉള്ളൂ. ആ നവകേരളം നമുക്ക് വേണ്ട. നന്മയുടെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം എന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പാടിയ ആ മഹിമ. അപ്പോൾ സമ്പത്താർജിക്കണം. എന്ത് ജോലിയിലാണോ നമ്മൾ ഏർപ്പെടുന്നത് അത് കുശലതയോടുകൂടി ചെയ്യുക. മാറുന്ന കാലഘട്ടത്തെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ നയിക്കാൻ നമുക്ക് സാധിക്കണം. തൊഴിൽ മേഖലകളിൽ മുഴുവൻ മാറ്റം വരാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരു 10 കൊല്ലം കൊണ്ട് ഇന്നത്തെ IT മേഖലയും ഇന്നത്തെ പല തൊഴിൽ മേഖലകളും മാറി മറിയും. കാലത്തിനനുസരിച്ച് ഉയരാൻ നമുക്ക് സാധിക്കണം. ശ്രദ്ധിക്കുക. ഇവിടെ വലിയ അപരാധം മിക്ക ആധ്യാത്മിക പ്രഭാഷകരും ചെയ്തു പോയിട്ടുണ്ട്. ഇടക്കാലത്ത് പണം ആഗ്രഹിക്കരുത് എന്ന് സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ചു. പണം ആളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ ചെയ്യാൻ ഒരു സ്വാമിക്ക് ദക്ഷിണയും വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് കാപട്യാന്ന്. അതുകൊണ്ട് സമാജത്തോട് ഭൂത്യൈന പ്രമതിതവ്യം എന്നാണ് വേദം പറഞ്ഞതെന്ന് ഓർമ്മിക്കണം. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത് എന്ന്. കുശലാന്ന പ്രമതിതവ്യം. നിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. ദയവ് ചെയ്ത് ഈ ഇരിക്കുന്നവരെങ്കിലും ഒരു പ്രതിജ്ഞ ചെയ്യുക. ഞാൻ സ്വത്ത് വിറ്റ് നശിപ്പിക്കില്ല. ഞാൻ ആർഭാടങ്ങൾ ധൂർത്തുകൾ ചെയ്യില്ല. ധൂർത്ത് ചെയ്യുന്നതിന് ഞാൻ സംഭാവനയും കൊടുക്കില്ല. ഉറപ്പിക്കുക. ഈ പ്രതിജ്ഞ ചെയ്താൽ മതി. ധൂർത്ത് ചെയ്യുന്ന അമ്പലങ്ങൾക്ക് ഞാൻ സംഭാവന കൊടുക്കില്ല. ധൂർത്ത് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞാൻ സംഭാവന കൊടുക്കില്ല. എൻ്റെ വീട്ടിൽ വിവാഹത്തിൻ്റെ പേരിലോ ഗൃഹപ്രവേശത്തിൻ്റെ പേരിലോ ഞാൻ ധൂർത്ത് ചെയ്യില്ല. സ്വത്ത് വിറ്റ് നശിപ്പിക്കില്ല. ഒരു പ്രതിജ്ഞ ചെയ്യുക. കാരണം സാമ്പത്തിക ഭദ്രത മുഖ്യമാണ്. വേദം അനുശാസിച്ചത് അതാണ്. അങ്ങനെ നമ്മൾ സംസ്കാരത്തെയും സമ്പത്തിനെയും ഉപാസിച്ച് മൂന്നാമത്തെ സകാരത്തിലേക്ക് വരുമ്പോൾ അത് സന്താനമാണ്. നമുക്ക് സന്താനങ്ങൾ വേണം.
എനിക്കൊരു ആൺകുട്ടിയുണ്ട്, എനിക്കൊരു പെൺകുട്ടിയുണ്ട് പറഞ്ഞാൽ സന്താനാവില്ല, കുട്ടികളാവുകയുള്ളൂ. സന്താനം എന്ന് പറഞ്ഞാൽ തനു വിസ്താര എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്താന ശബ്ദം വരുന്നത്. ഏത് സത്യധർമ്മങ്ങളെ, ഏത് മൂല്യങ്ങളെ നമ്മുടെ പൂർവികർ പരിപാലിച്ചോ അതിൻ്റെ നിരന്തര ഭാവം ഉറപ്പ് വരുത്തുന്ന വ്യക്തികളെ സന്താനങ്ങളാവൂ. അത് അകസ്മാത് ഉണ്ടാവില്ല, അതിനെ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം ഗർഭാധാനമായിരിക്കുന്നത്. നല്ല സന്താനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ സംയോഗം ചെയ്യണം. വിവാഹാനന്തരം ഗർഭിണിയായിരിക്കുമ്പോൾ കുട്ടിയെ ഭാവിപ്പിക്കണം സച്ചിന്തകളെ കൊണ്ട്. ഗർഭിണികൾ എന്തെങ്കിലും ചില നാമജപങ്ങൾ, എന്തെങ്കിലും ചില മന്ത്രജപങ്ങൾ അനുവർത്തിക്കണം. ഇന്നത് ചെയ്യണമെന്ന് പറയുന്നില്ല. ഏറ്റവും വിശിഷ്ടമാണ് മാലാമന്ത്രങ്ങളൊക്കെ. അതുപോലെ ഒരു 3.5 വയസ്സാവുന്നവരെ ആ കുട്ടിയുടെ മുമ്പിൽ മാതൃകാപരമായ ജീവിതം കാണിക്കണം. അത് ചെയ്യാതെ പിന്നെ സാന്ദീപനി മഹർഷിയുടെ അടുത്ത് പറഞ്ഞയച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓർമ്മിക്കുക, ആ സമയത്താണ് ഏറ്റവും അധികം ഡാറ്റ കളക്ഷൻ നടക്കുന്നത് കുട്ടികളിൽ. ശ്രദ്ധിക്കൂ. അങ്ങനെ നല്ല സന്താനങ്ങൾ നമുക്കുണ്ടാവട്ടെ. സന്താനം ഉണ്ടാവട്ടെ നല്ല പറഞ്ഞത്, സന്താനങ്ങൾ ഉണ്ടാവട്ടെ. ഒരു കുട്ടി പോരാ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സന്യാസത്തിന് അനുവാദം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് അച്ഛനമ്മമാർ തന്നു? ആദ്യം അവർക്ക് വിരോധം ഉണ്ടായിരുന്നു, ആദ്യം അവർക്ക് ദുഃഖം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പൂർണ്ണ മനസ്സോടുകൂടി അനുഗ്രഹിച്ച് അവരെന്തുകൊണ്ട് പറഞ്ഞയച്ചു? 5 മക്കളുണ്ട്, അതിൽ 5-മനാ, 4 വേറെ വഴിക്കാന്ന്, ഒന്നിങ്ങനെ പോട്ടെ. നേരെ മറിച്ച് ഒറ്റ കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ വെച്ചാൽ നടക്കുമോ? ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ സമൂഹത്തിലേക്ക്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നോക്കിക്കോളൂ. പുതുതായി ജോയിൻ ചെയ്യുന്ന ചെറുപ്പക്കാരിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എല്ലാ പാർട്ടികളിലും. സാമൂഹിക പ്രവർത്തനത്തിന് ഒരു ബ്ലഡ് ഡോണേഴ്സ് ഫോറം നോക്കിയാൽ മതി, രക്തദാനം ചെയ്യുന്ന വിഭാഗങ്ങൾ നോക്കിയാൽ മതി, ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. സേവാ മേഖലകളിൽ നോക്കിയാൽ മതി, ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ, കുട്ടികളുടെ എണ്ണം ഇല്ല, ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടിയാവുമ്പോൾ സാമാജികമായ തലങ്ങളിലേക്ക് നീക്കാൻ അച്ഛനമ്മമാരൊരിക്കലും സമ്മതി ഉണ്ടാവില്ല. അവർക്ക് ഈ കുട്ടി സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്ന എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടണമെന്നേ ഉണ്ടാവുള്ളൂ. ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള രാഷ്ട്രീയക്കാർ സത്യസന്ധമായി പറയുക, ഒറ്റ കുട്ടിയേ ഉള്ളൂ വെച്ചാൽ നമ്മളെ കുട്ടിയെ രാഷ്ട്രീയ നേതാവാക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. റിട്ടയർ ചെയ്തതിന് ശേഷമൊക്കെ പോയിക്കോളൂ പറയും, ഒരു സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി ആയതിനു ശേഷം. അതുകൊണ്ട് പറയട്ടെ, കുട്ടിയല്ല, കുട്ടികൾ വേണം. സ്വാമി ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. കുറ്റാരോപണം, മറുപടി, ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസിയൊക്കെ പാലിക്കാൻ ഒരു സമൂഹം മാത്രം മതിയോ? മറ്റിടത്ത് ആവറേജ് 6, ഇവിടെ ആവറേജ് 1 എന്ന് പറയുമ്പോൾ 2 പേർക്ക് 6 ആവുമ്പോൾ 3 ഇരട്ടിയായി, 2 പേർക്ക് 1 ആവുമ്പോൾ നേർ പകുതിയായി. അത് ശരിയുണ്ടോ? ഇവിടുന്ന് ആ തൂണിലേക്കുള്ള ദൂരവും ആ തൂണിൽ നിങ്ങോട്ടുള്ള ദൂരം ഒന്നല്ലേ? ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചത് യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്നല്ലേ? അതുകൊണ്ട് നിയമം പാലിക്കുകയാണെങ്കിൽ എല്ലാവരും പാലിക്കണം, അല്ലെങ്കിൽ പാലിക്കരുത്. ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരാശയം പറയട്ടെ. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളൊക്കെ പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ സംശയ നിവാരണ സമയത്ത് പൊതുവെ വരുന്നൊരു ചോദ്യമുണ്ട്, സ്വാമി കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടണില്ല. ഞാൻ അത്ഭുതപ്പെടും. കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ 1000 പുരുഷന് 1080 സ്ത്രീയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 80 സ്ത്രീകൾക്ക് ആണിനെ കിട്ടണില്ല പറഞ്ഞാൽ മനസ്സിലാക്കുക. തിരിച്ചെങ്ങനെയാണ് പറയുക? അപ്പോൾ ശ്രദ്ധിക്കുക, നല്ല ചില്ലുവാനം ഉണ്ടാക്കുക, നല്ല വ്യായാമം ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുക, നല്ല ചില്ലുവാനം ഉണ്ടാക്കുക, നല്ല പഠിച്ച് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോവുക. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപാസന ദിവസവും ചെയ്യുക. നാളെ കിട്ടണില്ല എന്ന് പറയേണ്ടി വരില്ല.
സ്വാമി ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ വരണോ എന്നുള്ള സ്ഥിതി വരും. ഒരു സംശയമില്ല. അതൊന്നുമില്ലാണ്ട് ആരോഗ്യവും ഇല്ല, പഠിപ്പും ഇല്ല, എന്താ ചെയ്യണത്? ഇങ്ങനെ തെക്കും പടക്കും നടക്കുകയാണ്. കിട്ടുന്ന പൈസ മുഴുവൻ മൊബൈൽ ചാർജ് ചെയ്ത് തീർക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാര്യം നടക്കുക? അതുകൊണ്ട് കരുത്തുറ്റ സമ്പന്നമായ സമൂഹമായി തീരണം. പിന്നെ മറ്റൊന്ന്, ഈ ജ്യോതിഷം ശാസ്ത്രമാണ്, വേദാംഗമാണ്. പക്ഷേ അന്ധമായി ജ്യോതിഷികളിൽ വിശ്വസിക്കാൻ പോണ്ട. ഗുരുനാഥൻ്റെ അടുത്ത് പഠിച്ച് അനുഷ്ഠാനപൂർവ്വം പഠിച്ച ജ്യോതിഷികളുണ്ട്, അവരെ സമീപിച്ചോളൂ. അവരൊരിക്കലും വഴിപഴപ്പിക്കില്ല. അല്ലാതെ ബോർഡ് വെച്ചിരിക്കണം എല്ലാവരുടെ അടുത്തും പോയി കഴിഞ്ഞാൽ ശുദ്ധജാതകമാണ്, അശുദ്ധജാതകമാണ്, ആ ദോഷമാണ്, ഈ ദോഷമാണെന്ന് പറഞ്ഞ് നമ്മളെ ഒരു വഴിക്കാക്കും. അവസാനം പിന്നെ 46 വയസ്സായ സുന്ദരിക്ക് 48 വയസ്സായ സുന്ദരിക്ക് വിവാഹാലോചനയും കൊണ്ട് മാട്രിമോണിയൽ പേജുമായിട്ട് നടക്കേണ്ടി വരും. കഷ്ടകാലത്തിന് കല്യാണം കഴിഞ്ഞാൽ ഒട്ട് കുട്ടികൾ ഉണ്ടാവുകയില്ല. കാരണം അണ്ടശക്തിയും കഴിഞ്ഞു, ബീജശക്തിയും കഴിഞ്ഞു, ഇനി ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് ശരണം. അതുകൊണ്ട് ചെറുപ്പത്തിൽ അണ്ടശക്തിയും ബീജശക്തിയും ഉള്ളപ്പോൾ കല്യാണം കഴിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ വെൽക്കം ഞങ്ങളെ ഗ്രൂപ്പിലേക്ക്. ഞങ്ങൾക്ക് ഒരുപാട് പേരെ ആവശ്യമുണ്ട്. ഒന്നുകിൽ കല്യാണം കഴിച്ച് നല്ല കുട്ടികളുണ്ടാക്കുക, ഇല്ലെങ്കിൽ സന്യാസിയാവുക. ദ്വിവിധോഹി വേദോക്തോ ധർമ്മ പ്രവൃത്തി ലക്ഷണോ നിവൃത്തി ലക്ഷണശ്ച ന ത്രിവിധ. 3 വിധമായ വേദോക്തമായ ധർമ്മം ഇല്ല. വൈദിക ധർമ്മം 2 ഉള്ളൂ. 1 ഗൃഹസ്ഥമാർഗം, 2 സന്യാസമാർഗം. 2 ആവാം, 2 നല്ലതാ. ഗൃഹസ്ഥനാവുകയെന്ന് വെച്ചാൽ നല്ല ഗൃഹസ്ഥനാവുക, സന്യാസിയാവുകയെന്ന് വെച്ചാൽ നല്ല സന്യാസിയാവുക. 2 നല്ലതാ. 2 കെട്ടാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വടക്കൻ കേരളത്തിലൊരു ചൊല്ലുണ്ട്, നത്തുമല്ല കൂമനും അല്ല, അതുപോലെ ആവരുത്. അതുകൊണ്ട് സന്താനം. അപ്പോൾ സമ്പത്ത്, സംസ്കാരം, സന്താനം, സംഘടന മുഖ്യമാണ്. സംഘടനാബോധമില്ലാതെ നമുക്ക് ഉയരാൻ സാധിക്കില്ല, നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഏത് സമുദായത്തിൽ അഭിമാനിക്കുന്നവരാണോ, നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണോ ആയിക്കോളൂ, അതിനു വേണ്ടി പ്രവർത്തിക്കൂ. പക്ഷേ ഹിന്ദു എന്ന ഏകതാബോധവും അതിനനുസൃതമായ സംഘടനാ സ്വഭാവവും നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. രാഷ്ട്രശബ്ദം ഉപയോഗിച്ചിട്ടില്ല, രാജ്യം എന്ന ശബ്ദമാണ് ഉപയോഗിച്ചത്. ഇവിടെ ഭരണം നടക്കുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹിന്ദു വോട്ട് ബാങ്ക് ആവാൻ നമുക്ക് സാധിക്കണം. ഹിന്ദുവിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നവർക്ക് വോട്ട് ഇല്ലെന്ന് പറയാൻ സാധിക്കണം. ഇന്നത്തെ മഹാത്ഭുതകരമായ കേരളം, ചെമ്പിനെ സ്വർണമാക്കുന്ന, സ്വർണത്തെ ചെമ്പാക്കുന്ന കേരളം. പണ്ട് ചില ബിരിയാണി ചെമ്പിനെ കുറിച്ചൊക്കെ കേട്ടിരുന്നു, എന്തായി എന്നൊക്കെ ആര് കണ്ടു അറിയില്ല. അങ്ങനെയുള്ള കേരളം, ഹിന്ദുവിനെ അപമാനിക്കുന്ന കേരളം. 2018 ശബരിമലയിൽ എത്രമാത്രം നമ്മുടെ സമാജ ചേതന നൊമ്പരപ്പെട്ടെന്ന് നമുക്കറിയാം. അത് അവസാനിച്ചതോ ആരംഭിച്ചതോ അല്ല, അതൊരു നൈരന്തര്യമായിരുന്നു. അതിന്നും തുടരുകയാണ് പല രൂപങ്ങളിലും ഭാവങ്ങളിലും. പക്ഷേ ഹൈന്ദവ ചേതന ഉണർന്നു എന്ന് കണ്ടപ്പോൾ ഇപ്പം ഭക്തസമ്മേളനങ്ങൾ നടത്തേണ്ട അവസ്ഥയിലും എത്തി. അവൻ ചിന്തിക്കുക. അതുകൊണ്ട് സാമാജിക ബോധത്തോടുകൂടി ഹിന്ദു താത്പര്യത്തെ രക്ഷിക്കുന്നവർക്കേ എൻ്റെ വോട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കണം. ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ പറയുന്നുണ്ട്, അത്തരം ആഹ്വാനങ്ങൾ ഇലക്ഷൻ്റെ മുമ്പ് വരുന്നുണ്ട്. വ്യക്തമായിട്ടറിയാം. ക്രിസ്ത്യൻ സമൂഹം അവരുടെ സിനഡ് കൂടുന്നുണ്ട്. അല്ലാതെ അതിനു മുമ്പ് എന്ത് പ്രഖ്യാപനം ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്നൊക്കെ മധുരങ്ങളായ വാക്കുകളൊക്കെ പറയും. പക്ഷേ ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് എവിടെയെങ്കിലും വെച്ച് സിനഡ് കൂടും, തീരുമാനിക്കും, എന്നാൽ മരുന്നവർക്ക് വോട്ട് ചെയ്താൽ മതി. മുസ്ലിം സമൂഹത്തിൽ നിന്ന് പബ്ലിക്കായി തന്നെ നമ്മുടെ വോട്ട് നമ്മുടെ താല്പര്യം സംരക്ഷിക്കുന്നവർക്കെന്ന് പറയുന്നുണ്ട്. അവരൊന്നും വർഗീയവാദികളെന്ന് പറയപ്പെടില്ല. പക്ഷേ ഹിന്ദു
ഈ കാര്യം സൂചിപ്പിച്ച ഞാനോ മറ്റോ വർഗീയവാദി എന്ന് പറയപ്പെടുമോ എന്ന് പേടിയാണ്. നിങ്ങൾ എന്ത് വാദി എന്ന് പറഞ്ഞാലും വിരോധമില്ല. നമ്മൾ ഉള്ളവൻ്റെ വർഗവും ഇല്ലാത്തവൻ്റെ വർഗവും ഒന്നും വേർതിരിച്ച് പറയുന്നില്ല. മനുഷ്യ സമൂഹത്തെ ഒന്നായി കണ്ട് സകല മനുഷ്യർക്കും സുഖവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് പഠിപ്പിച്ച ഒരു പൈതൃകത്തിൻ്റെ പിന്മുറക്കാരാണ്. ആ സ്മൃതിയോടുകൂടി സംഘടിതമായി ഒന്നിച്ചു പോവുക. ഒന്ന് മാത്രം പറയുന്നു, ഉപസംഹരിക്കുകയാണ്: സംഗച്ഛധ്വം സംവദധ്വം. നിങ്ങൾ ഒന്നിച്ച് നല്ലത് പറയുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ. ആ ഒന്നിച്ചെന്നുള്ള ആഹ്വാനം നമുക്ക് വേദത്തിൻ്റെ ആഹ്വാനം കേൾക്കാൻ സാധിക്കട്ടെ. ഏതായാലും പാലക്കാട് ഇവിടെ ഈ ധർമ്മ സന്ദേശയാത്ര വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടു. രാവിലെ ഹിന്ദു നേതൃസമ്മേളനം വളരെ സ്തുത്യർഹമായ രീതിയിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നടന്നു. വളരെ നല്ല കുറ്റമറ്റ സംഘാടനമായിരുന്നു അവിടെ കണ്ടത്. അവിടുത്തെ സഹോദരിമാർ അങ്ങേയറ്റം സ്നേഹത്തോടുകൂടെ എല്ലാ സന്യാസിമാരെയും സ്വീകരിക്കുകയും എല്ലാ വ്യവസ്ഥകൾ ചെയ്യുകയും ചെയ്തു. അതുപോലെ ഈ പൊതുസമ്മേളനം വളരെ പാലക്കാടിലെ ഉൾഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്നവർ ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് പോയത്. അവരെ കുറ്റം പറയാൻ പാടില്ല. കാരണം അത്രയും ദൂരങ്ങളിൽ എത്തിച്ചേരേണ്ടവരുണ്ട്, വാഹന സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എങ്കിലും ഈ ആയിരക്കണക്കിന് പേര് ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ്. ഇത് സംഘടിപ്പിച്ച എല്ലാ പ്രവർത്തകരെയും ആ പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയ സന്യാസി ശ്രേഷ്ഠന്മാരെയും ഒക്കെ അനുമോദിക്കട്ടെ. അതുപോലെ തന്നെ ഈ സംഘാടക സമിതി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതിന് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ വിളമ്പത്ത് രവീന്ദ്രൻ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ എല്ലാവരുടെയും ഒന്നു ചേർന്നിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതിനോടുകൂടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ വളരെ ത്യാഗോജ്വലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ വിജയം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്നുറപ്പിക്കാം: നാം ഒത്തൊരുമിച്ചാൽ എന്ത് മഹാകാര്യവും സാധിക്കും. ഒരു ചൊല്ല് പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്: ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം. അതിൻ്റെ രണ്ടാം ഭാഗം എത്ര പേർക്കറിയാം? ഒരുമയില്ലെങ്കിൽ ഒലക്കമേലും കിടക്കാം. ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കുക. ഒന്നുകൂടി പറയാം: ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഒലക്കമേലും കിടക്കാം. ഏതാ വേണ്ടത്? ഒലക്കൻ്റെ മുകളിൽ നമുക്ക് ഒന്നിച്ച് കിടക്കണോ, അല്ല നമ്മുടെ മേലിൽ കണ്ടോൻ്റെ ഒലക്ക വീഴണോ? ഏതാ വേണ്ട? തീരുമാനം നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഞങ്ങൾ എന്തായാലും പിണ്ടം വെച്ചവരാണ്. ഞങ്ങളെല്ലാവരും പിണ്ടം വെച്ചവരാ. അതുകൊണ്ട് ഈ ആലോചന നിങ്ങൾക്ക് വിട്ടുതരുന്നു. വളരെ വളരെ സന്തോഷം. ഓം. നന്ദി സ്വാമിജി. അടുത്തതായി പ്രതിജ്ഞ ആണ് ഈ വേദിയിൽ നടക്കുന്നത്. അതിനായിക്കൊണ്ട് ശ്രീരാമകൃഷ്ണാശ്രമം മഞ്ഞപ്ര മഠാധിപതിയായിട്ടുള്ള പൂജനീയ പൂർണ്ണാനന്ദ തീർത്ഥപാദർ സ്വാമിജിയെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. പ്രതിജ്ഞയ്ക്ക് മുമ്പ് ഒറ്റ വിഷയം പറയട്ടെ. ഈ ധർമ്മസന്ദേശയാത്ര ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ അടിവരയിട്ട് മനസ്സിലാക്കുക എന്തിനാ പറഞ്ഞതെന്ന്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള കുദ്രോളി ഗോകർണനാഥീശ്വര ക്ഷേത്രത്തിൽ നിന്ന് 6-ാം തീയതി ദീപം ജ്വലിപ്പിച്ച് 7-ാം തീയതി വാൽമീകി ജയന്തി ദിവസം കാസർഗോഡ് ആരംഭിച്ചതാണ്. വാൽമീകി ജയന്തി എന്ന് പറയുമ്പോൾ തൻ്റെ മഹിമ, താൻ ആരെന്ന മഹിമ മറന്നു പോയതുകൊണ്ട് അങ്ങേയറ്റം അധപ്പതിച്ച ജീവിതവും മോഷണവും ഒക്കെ ചെയ്തു പോയ ഒരു വ്യക്തി. എന്തുകൊണ്ട്? തൻ്റെ മഹിമ മറന്നതുകൊണ്ട്. ആ വ്യക്തി സപ്തർഷിമാരുടെ ഉപദേശങ്ങൾ കേട്ട സമയത്ത് അത് ആചരിക്കാൻ തയ്യാറായി. അങ്ങനെ തയ്യാറായപ്പോഴോ
മഹർഷിയായി, ആദി കവിയായി, ആദ്യ ഇതിഹാസകാരനായി വാൽമീകി. ആ വാൽമീകി ജയന്തി ദിവസമാണ് ഇത് ആരംഭിച്ചത്. ഇത് അവസാനിക്കുന്നതോ ദീപാവലി ദിവസമാണ്. അജ്ഞാനാന്ധകാരത്തെ വകഞ്ഞു മാറ്റി പ്രകാശം സമാജത്തിൽ പരക്കുന്ന ദീപാവലി. അതുകൊണ്ട് 20-ാം തീയതി ഈ യാത്രയിൽ ഔപചാരിക പരിപാടികളില്ല. 20-ാം തീയതി ചട്ടമ്പി സ്വാമി തിരുവടികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും മറ്റും സമാധി ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കുകയാണ് ചെയ്യുക. 21-ാം തീയതി തിരുവനന്തപുരത്ത് മഹാസമ്മേളനത്തോടുകൂടി സമാപിക്കും. 2 വിഷയങ്ങൾ പറയാം. ഇവിടെ ഈ ധർമ്മ സന്ദേശയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ സ്വാമിമാരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം തൃശ്ശൂരുള്ളവരാരും ഇതിലുണ്ടാവില്ല, അവരവിടെ സംഘാടനത്തിലാണ്. എറണാകുളത്തുള്ളവരുണ്ടാവില്ല, അവരവിടെ സംഘാടനത്തിലാണ്. ഓരോ ജില്ലയിലും അതത് ജില്ല കഴിഞ്ഞാലാണ് ഇതോട് കൂടെ വരിക. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ സ്വരൂപം കാണണമെങ്കിൽ എല്ലാവരും തിരുവനന്തപുരത്ത് 21-ാം തീയതി വരണം. അതിന് ഹാർദമായി എല്ലാവരെയും ക്ഷണിക്കുന്നു. 2, 20-ാം തീയതി ദീപാവലി ദിവസം സന്ധ്യയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ, കടകളിൽ, മറ്റ് സ്ഥാപനങ്ങളിൽ, എവിടെയാണോ സാധിക്കുക അവിടെ ധർമ്മജാഗരണ ജ്യോതി ഉയർത്തുക. ദീപാവലി ഇപ്രാവശ്യം ധർമ്മജാഗരണ സന്ദേശം സ്വയം ഉൾക്കൊണ്ടും സമാജത്തിന് നൽകിയും കൊണ്ടാവട്ടെ നമ്മുടെ ദീപാവലി. അക്ഷരാർത്ഥത്തിൽ ദീപാവലിയായി തീരണം കേരളം നാളെ. ശ്രദ്ധിക്കുക.